പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ പപ്പടം കൊണ്ടൊരു കറിയാണേ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. 2 സവാള, ഒരു തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചെറുതായി അരിഞ്ഞൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കണം. അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ ഓരോ പപ്പടവും പൊള്ളിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുത്ത ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പെരിഞ്ചീരകം 1/2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം ചുമന്നു തുടങ്ങുമ്പോൾ തന്നെ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം വഴറ്റുമ്പോൾ തന്നെ സവാള ഒന്ന് സോഫ്റ്റായി കിട്ടും. ആ സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയുടെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഈ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർന്നതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. അതുപോലെ തന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിയുടെ പച്ചമണം മാറുന്നവരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേവി കൂടുതലായി വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 1/4 സ്പൂൺ പഞ്ചസാരയാണ്. ഇനി മുമ്പ് നമ്മൾ പൊള്ളിച്ച് വെച്ചിരുന്ന പപ്പടം ചെറുതാക്കി ഒടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2 3 പീസൊക്കെ ആയിട്ട് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടവും മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. പപ്പടക്കറി വെക്കുമ്പോൾ അധികം ഗ്രേവി ഇല്ലാതെ ഇങ്ങനെ പറ്റിച്ച് വെക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പപ്പടം 1 മിനിറ്റ് ആ ഗ്രേവിയിൽ തന്നെ ഇട്ടൊന്ന് ചൂടാക്കിയ ശേഷം മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.